മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്ററെ, ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടാതെ രണ്ട് വിശിഷ്ട അതിഥികൾ കൂടി നമ്മോടൊപ്പം ഇന്നുണ്ട്. ഫാദർ ജോസ് പൈപ്പിളി CMI, അച്ഛൻ തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തില് ശുശ്രൂഷ ചെയ്തു വരികയാണ്. അച്ഛ, സ്വാഗതം. ഒപ്പം മലയാറ്റൂർ കുരിശുമുടി മുൻ സ്പിരിച്വൽ ഡയറക്ടറും മൈനർ സെമിനാരി സ്പിരിച്വൽ ഡയറക്ടറും യുവജന ശുശ്രൂഷകനുമായിട്ടുള്ള ഫാദർ ബക്കച്ചൻ കൂമ്പയിലാണ്. അച്ഛ, സ്വാഗതം. സിസ്റ്റർ, ഈ അമിതമായ വൃത്തി അതെന്തെങ്കിലും ഒരു രോഗമാണോ? നമുക്ക് ആവശ്യത്തിന് വൃത്തി ഇല്ലെങ്കിൽ അത് രോഗമാണ്, അമിതമായ വൃത്തിയാണെങ്കിൽ അതൊരു രോഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത വൃത്തിയുള്ള എല്ലാവർക്കും മാനസിക രോഗമാണ് എന്നല്ല ഇവിടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളത് സൈക്കോളജിയിൽ ഒരു ടൈം അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ഉണ്ട്, OCD എന്ന ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്ന ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന് മുൻപുള്ള എപ്പിസോഡുകളിൽ പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ വ്യക്തിത്വ വൈകല്യങ്ങളുടെ ആ ഒരു ഭാഗം നമ്മൾ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് ഇതേപോലെ OCPD നമ്മൾ പറയുകയുണ്ടായി, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുമ്പോൾ അത് അവരുടെ ഒരു ജനിതക ഘടനയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഘടകമാണ് ആ വൃത്തി, അടുക്കി പെറുക്കി വെക്കുക, അമിതമായ എല്ലാ കാര്യത്തോടുമുള്ള ഒരു ചിട്ട ക്രമം, കാര്യങ്ങളൊക്കെ. പക്ഷേ OCD എന്ന് പറയുമ്പോൾ, അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് പാർട്ടാണുള്ളത്, ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ. ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിന്ത, അല്ലെങ്കിൽ അതൊരു ഇമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു വാക്കുകൾ, ഒരു ഫ്രേസ് ആയിരിക്കാം. ഇത് നമ്മൾ പോലും ചിന്തിക്കാതെ, നമ്മൾ പോലും ആഗ്രഹിക്കാതെ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഇൻട്രൂസീവായിട്ട്, അതിനകത്ത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതാണ് ഇൻട്രൂസീവ് കണ്ടിന്യൂസ് പെർസിസ്റ്റന്റ് തോട്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഇമേജ്, ഇതെല്ലാം ഇങ്ങനെ നുഴഞ്ഞു കയറുന്നത് പോലെ നമ്മുടെ തലയിലേക്ക് വരികയാണ്. വേണ്ട അത് വരണ്ട എന്ന് ചിന്തിച്ചാലും പറ്റുന്നില്ല, ആ ചിന്ത വരുന്നു. മാത്രമല്ല ചിന്തകളിലൂടെ ആ വ്യക്തി സഫർ ചെയ്യപ്പെടുന്നു അല്ലേ? അതായത് ഒബ്സഷൻ പറഞ്ഞ ചിന്തയാണ് അവിടെ വന്നത്. ഒരു തോട്ട് വന്നു, ഒരു ചിന്ത വരാം, വേറൊരു വേർഷനാണ്, ഒരു ഇമേജ് വരാം, ഏതെങ്കിലും ഒരു പിക്ചർ ആയിരിക്കാം വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രേസ് ആയിരിക്കാം ഇത് വരുന്നു. പക്ഷെ നമ്മൾ അത് പോണമെന്ന് വെച്ചാലൊന്നും പോകുന്നില്ല. ഇതിങ്ങനെ നമ്മൾക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആങ്സൈറ്റി കൂടും, അതായത് ടെൻഷൻ ആകും. കാരണം ഇത് പോകുന്നില്ലല്ലോ, ഇത് പോകാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്തു പോകാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ ഈ അമിതമായ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചിന്ത കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റു പ്രവൃത്തികളിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ കമ്പൽഷൻ എന്ന് പറയുന്നത്. കമ്പൽഷൻ പ്രവൃത്തിയുടെ തലത്തിലേക്ക് വന്നു, ഒബ്സഷൻ നമ്മുടെ ചിന്തയുടെ തലത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഈ അമിതമായ വൃത്തി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് അവരെല്ലാം അടുക്കി തേച്ച് പെറുക്കിയൊക്കെ വെക്കുന്നു, കഴുകിക്കൊണ്ടേയിരിക്കുന്നു, അലക്കിക്കൊണ്ടേയിരിക്കുന്നു, ആ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഒബ്സർവ് ചെയ്യുന്ന ആക്ഷൻ അതാണ്. പക്ഷേ നമ്മൾ അവരുടെ ചിന്തയിലേക്ക് പോകുമ്പോൾ ഇതൊന്നും വൃത്തിയല്ല, വൃത്തികേട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രോഗം വരും, ഇവിടെ മൊത്തം കീടാണുക്കളാണ്, ഇത്രയും വൃത്തി ആക്കിയില്ലെങ്കിൽ അത് വൃത്തി ആവത്തില്ല. അതായത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത അവസ്ഥ, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വരുന്നത്. അപ്പൊ ഈ ഇത് അമിതമായ വൃത്തി എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ ഉണ്ടാവാം. പക്ഷെ അസാധാരണമായ ഒരു വൃത്തി വെടുപ്പ് എന്ന് പറയുന്നത് അപ്പോഴാണ് ശരിക്കും കുറച്ചും കൂടി അതിന്റെ വരുന്നത്. ചിലർ കുറച്ച് കൂടുതൽ വൃത്തിയുള്ളവരും കുറച്ച് വൃത്തി അങ്ങനെയൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അസാധാരണമായ വൃത്തി, ഇപ്പൊ ഒരാള് ഞാൻ കേട്ടിട്ടുണ്ട്, ടാപ്പ് തുറന്ന് കൈ കഴുകി സോപ്പിട്ട് കഴുകി, അതിന് ടാപ്പ് അടച്ചു, ടാപ്പ് അടച്ചപ്പോൾ ആ ടാപ്പുമ്പോൾ തൊട്ടില്ലോ, അപ്പൊ വീണ്ടും തുറന്നിട്ട് വീണ്ടും കൈ കഴുകി. അപ്പൊ അങ്ങനെ 5 പ്രാവശ്യം 10 പ്രാവശ്യം കഴിയാലും സമാധാനം. അതൊക്കെയാണ് കൂടുതൽ OCD എന്ന് പറയുന്നത്. അതാണ് രോഗാവസ്ഥ. ചിലപ്പോ ഒരു പ്രാവശ്യം കഴിയില്ല, ചിലപ്പോൾ രണ്ടാമത് ചിലപ്പോൾ ആരെങ്കിലും കഴുകിന്ന് വരാം. പക്ഷെ അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ചിലവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചിന്തിച്ച അപ്പൊ അത് മാനസിക പ്രശ്നമാണെന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. അതെ, അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ചെയ്തു, പക്ഷെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അസ്വാഭാവികത അതിലുണ്ട്. ആ അസ്വാഭാവികത അവർക്കൊരു ടെൻഷൻ കൂടി വരുത്തുന്നുണ്ട്. അതായത് എത്ര പ്രാവശ്യം കഴുകിയാലും അവർക്ക് തൃപ്തിയാവണില്ല. അവർ പറയണ സോപ്പ് കയ്യിൽ നിന്ന് പോയിട്ടില്ല,
പക്ഷേ സോപ്പൊക്കെ പണ്ടേ പോയി കഴിഞ്ഞ് കാണും, എങ്കിലും അവർക്കൊരു ചിന്തയാണ്, അത് കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മാനസികമായ ഒരു സമ്മർദ്ദം അവർ അനുഭവിക്കുകയാണ് പേഴ്സണൽ ഈ OCD കാരുടെ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മൾ അവരെ പേഴ്സണലായിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് അവരുടെ ആ ഒരു വിഷമ അവസ്ഥ. കാരണം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളുടെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു, നമ്മൾ അത് പോട്ടെ അടുത്തതിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു രോഗാവസ്ഥ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവര് അതെല്ലാം നോക്കിയിട്ടും ഈ ചിന്ത ഷിഫ്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നവരെ കെട്ടിയിട്ട ഒരു അവസ്ഥയാണ്. ഇനി അത് എന്നാ ഈ ഒരു ചിന്ത മാറാൻ വേണ്ടിട്ടെന്നാ ഓക്കെ വൃത്തി കേടാണ്, അല്ലെങ്കിൽ ഇത് പെർഫെക്ഷൻ വന്നിട്ടില്ല എന്ന് ഓർത്തെന്നാ കഴുകിക്കൊണ്ടിരിക്കുക എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അത് നിർത്താന്ന് വെച്ചാൽ അത് നിർത്താൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അപ്പൊ ഈ OCD തന്നെ അമിതമായ വൃത്തി മാത്രമല്ല, ചെക്കിങ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെയും ചെല്ലും ഗ്യാസ് ഓൺ ആണോ എന്നൊക്കെ, ജനലടയ്ക്കും പിന്നെയും ചെല്ലും, വാതിലടയ്ക്കും. ഇപ്പൊ എനിക്ക് ഇതിന് മുൻപ് കിട്ടിയേക്കുന്ന ഒരു കേസൊക്കെ പുള്ളി ഡ്രൈവ് ചെയ്യും, ഡ്രൈവറാണ്. ഡ്രൈവ് ചെയ്ത് 1 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കാണ് പുള്ളിക്കൊരു ചിന്ത, അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നോ? പുള്ളിക്ക് ഒരു സംശയമാണ്, അത് കെട്ട് കിടക്കുമായിരുന്നോ അതോ തെളിഞ്ഞു കിടക്കുമായിരുന്നോ? തിരിച്ചു പോകും, അത് നോക്കും. പിന്നെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പുള്ളി ഓർക്ക്, അയ്യോ അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നോ, ഞാൻ തെറ്റിച്ചാണോ വന്നത്, അപ്പൊ ഞാൻ എന്തോ തെറ്റിച്ചാ വന്നേക്കണത്, പ്രശ്നമാകും, തിരിച്ചു പോകും. ഡ്രൈവറാണ് കാര്യം ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വണ്ടി ഓടിക്കണം, അല്ലാതെ ഒരിടത്ത് പോയി നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ ഒരു മനുഷ്യനുണ്ടാക്കുന്ന ഒരു വിഷമം ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പൊ അയാളത് കടന്നുപോയ സ്ഥലമാണെങ്കിലും അത് അവിടെ തെറ്റിച്ചാൽ പോലും ആൾ തിരിച്ചു പോയിട്ട് കാര്യമില്ല, എങ്കിൽ പോലും ആൾക്ക് തിരിച്ചു പോകണം. ഇതുപോലെ തന്നെ ഒരു സ്റ്റെയർ കേസ് കയറുമ്പോഴത്തേക്കും സ്റ്റെയർ കേസ് 10 സ്റ്റെയർ കേസ് കയറി വന്നു, പിന്നെ ഒരു ചിന്തയാണ്, ഞാനേ 8ാമത്തത് അങ്ങനെയാണോ കയറിയത്, ആ 8ാമത്തെ ശരിയായിട്ട് ഞാൻ കയറിയിട്ടില്ല, അത് എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, തിരിച്ചു പോകും. അതായത് വെറൈറ്റീസ്. ഇപ്പൊ ഈ OCD തന്നെ നമ്മൾ നോക്കണം, വെറൈറ്റീസ് ഓഫ് സിംറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് കേൾക്കുമ്പോ ഒരു ആ വ്യക്തി അനുഭവിക്കുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പൊ ഇതുപോലെ തന്നെ എനിക്ക് അടുത്ത കാലത്ത് കിട്ടിയ വേറൊരു കേസ്, അത് OCD ആണ്. അതിൻ്റെ ഒരു OCD ബ്ലാസ്ഫമി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഈ കേസ് ഒരു 10-20 വയസ്സുള്ള ചെറുക്കനാണ്. ഈ മോനെ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയും കൊച്ചിൻ്റെ ചാച്ചനും കൂടി കൊണ്ടുവന്നിട്ട് പറഞ്ഞ, സിസ്റ്ററെ ഇവനെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പള്ളിയിൽ പോവത്തില്ല, കുരിശു വരയ്ക്കാൻ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലിരിക്കത്തില്ല. ഒരു ഭക്തിയായിട്ട് ഈ കൊച്ചു ഒന്നും ചെയ്യണതായിട്ട് ഇപ്പം കാണുന്ന വെച്ചാൽ, പണ്ട് നല്ല ഭക്തിയുള്ളവനായിരുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ ഒരു 6 മാസത്തോളമായി പതുക്കെ അതിൽ നിന്നൊക്കെ ഇങ്ങ് വലിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് അവൻ പള്ളിയിലേ കയറാറില്ല. പിന്നെ ഒരു അച്ഛന്മാരോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ അടുത്ത് ചെല്ലാറില്ല. അതുപോലെ തന്നെ ആരുടെങ്കിലും അടുക്കൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരത്തില്ല. പ്രാർത്ഥനാ പുസ്തകം എടുത്ത് കൊടുത്താലും അവനത് മേടിക്കത്തില്ല. അവൻ്റെ മുറിയിൽ നല്ല ഒന്നാന്തരം മാതാവിൻ്റെ ഒരു രൂപ ഇരുന്ന് അതെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ഇപ്പം അടുത്തിടയ്ക്കായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുപ്പണുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ സോറി എന്ന് പറയത്തില്ലേ, അതുപോലെ സോറി എന്ന് പറയുക, 2 ചെട്ടത്തും അടിച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും അല്ല, അതാരും കാണാത്ത രീതിയിലാണ് അവൻ ചെയ്യുന്നത് പോലെ തോന്നുന്നു. അപ്പൊ ഇവരൊന്ന് ഉപദേശിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ, ഇവനാണെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പഠിക്കാൻ പോയി, കാനഡയ്ക്ക് പഠിക്കാൻ പോകണോ എന്നോർത്തിട്ടൊക്കെ നടക്കുവാണ്. ഇപ്പൊ അവനതും ഇഷ്ടമില്ല. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കണ കാണാം. അപ്പൊ ഞങ്ങളോടത്ത് ഇനി വല്ല പെങ്കൊച്ചുങ്ങളോടായിട്ട് ഇഷ്ടം ഉണ്ടായിട്ട് ഇനി ബ്രേക്കപ്പ് ആയിട്ട് നിരാശാ കാമുകനായിട്ട് വന്നിരിക്കുന്നതാണോ എന്ന് അത് ചോദിച്ചിട്ട് അതും അല്ല എന്ന് പറയുന്നു. അപ്പൊ എന്താണെന്ന് അറിയത്തില്ല സിസ്റ്റർ, ഒന്ന് ഉപദേശിക്കുക, അതിന് വേണ്ടിയിട്ടൊന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇവരെയൊക്കെ മാറ്റി നിർത്തി നമ്മൾ ഈ മോനെ അടുത്തിരുത്തി, അവനിരിക്കുവാണ്, നമ്മുടെ ചെയറിലിരിക്കുകയാണ്. അവനോട് ഞാൻ ചോദിച്ചു, ഈ ചാച്ചനും അമ്മയൊക്കെ പറഞ്ഞത് നേരാണെന്ന് പറഞ്ഞിട്ട് അവൻ പൊട്ടിക്കരയുക ചെയ്തേ. അപ്പം ഞാൻ ഓർത്ത് എന്തോ സംഭവം ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ സിസ്റ്ററിനോട് പറയണ കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനോടും അമ്മയോടും പറയരുത്, വേറെ ഒരാളും അറിയരുത്. പക്ഷേ എനിക്കെൻ്റെ മനസ്സിൽ സിസ്റ്ററിനോട് പറയാൻ തന്നെ നാണം വരുവാണ്. എനിക്കത് പറയാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചു, പറയും, എന്നെ വിശ്വസിക്കാൻ പറയും, കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ നീ ഇത്ര അധികം വേദന അനുഭവിക്കുന്നത്. അവൻ പറയണ, സിസ്റ്ററെ എനിക്ക് പള്ളിയിലേക്ക് കയറുമ്പോഴത്തേക്കും കുരിശുരൂപം കാണുമ്പോൾ അല്ലെങ്കിൽ മാതാവിനെ കാണുമ്പോഴൊക്കെ എനിക്ക് വരുന്ന ചിന്ത വേറെയാണ്. വേറൊന്നും അല്ല, ലൈംഗിക ചൊവ്വയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. അപ്പം അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല സിസ്റ്ററെ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഈശോയെ ചീത്ത പറയണ കുറേ ചിന്തകളും വിചാരങ്ങളും വാക്കുകളുമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്.
എനിക്കറിയാം ഞാൻ ചെയ്യുന്ന തെറ്റാണ്. ദൈവത്തെ ഒരിക്കലും അങ്ങനെ ദുഷിക്കാൻ പറ്റത്തില്ല. അതൊരു ദൈവദൂഷണാണോ, അത് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അപ്പം ടിപ്പിക്കലി ലൈംഗികമായിട്ടുള്ള ചില ചിന്തകളാണ് പള്ളിക്കകത്ത് കയറുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത്, മാതാവിനെ കാണുമ്പോൾ തോന്നുന്നത്, രൂപങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്, നിങ്ങളെപ്പോലെയുള്ള ഇപ്പം സിസ്റ്റേഴ്സിനെയോ അച്ഛന്മാരെയോ കാണുമ്പോഴൊക്കെ എനിക്ക് ആ ചിന്തകളെ എനിക്ക് വരുന്നുള്ളൂ. എനിക്കറിയാം അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നറിയാം, ഞാൻ ചിന്തിക്കരുതെന്നും അറിയാം. ഞാൻ അത്ര മോശമായി പോയോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇതാണ് സിസ്റ്റർ എൻ്റെ പ്രശ്നം. അപ്പം ഇങ്ങനെ ഈശോയെ അല്ലെങ്കിൽ വിശുദ്ധരെയൊക്കെ ഇങ്ങനെ ഞാൻ ചീത്ത പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞത് തെറി പറയുന്നു സിസ്റ്റർ, ഞാൻ തെറി പറഞ്ഞു പോകുവാണ് എന്ന് വെച്ചാൽ ആർക്കും കേൾക്കാൻ പറ്റില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ. അപ്പം ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാനത് ഇങ്ങനെ എനിക്കൊരു തെറ്റ് വരാതിരിക്കാൻ തുപ്പിക്കളയണതാണ്. അല്ലെങ്കിൽ ഇടയ്ക്ക് അതൊരു സോറി ഞാൻ തന്നെ എന്നോട് ചോദിക്കുകയാണ്. പക്ഷെ എനിക്കിത് വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റണില്ല. ആ അവസ്ഥയിൽ നിന്ന് ആ കുട്ടിക്ക് പുറത്തേക്ക് വരാനായിട്ട് ഒട്ടും അവന്റെ പരിശ്രമത്തിൽ സാധിക്കുന്നില്ല. അതാണ് അവന്റെ കരച്ചില്. ഇത് ആരോട് പറയും ഇവൻ? ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതെല്ലാം രീതിയിലേക്ക് പോകും? ഇതാണ് ശരിക്കും ഈ കുട്ടി വന്ന് പറയുന്നത്. നമ്മളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത്, എപ്പോഴോ ഇവന്റെ ഒരു കൗമാര പ്രായത്തിൽ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇതേപോലെ ദൈവങ്ങളെ ചീത്ത പറയുന്ന ഏതോ ഒരു വീഡിയോയുടെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ ആ വീഡിയോയിൽ ഒരു രംഗത്തില് ദൈവങ്ങളെ ചീത്ത പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതായത് ഇതിന്റെ കണ്ടു ഹിസ്റ്ററി എടുക്കുമ്പോ എപ്പോഴും ഒരു നെഗറ്റീവ് വീഡിയോയോ സംസാരങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. നമുക്ക് എല്ലാ സമയത്തും അത് ഉണ്ടാവണമെന്നില്ല. ഇത് ഇവൻ പറയുന്നു, അന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് വരുമ്പോ ആ ചിന്ത എൻ്റെ തലേന്ന് പോകുന്നില്ലായിരുന്നു. കുറേ നാളത്തേക്ക് എൻ്റെ തലയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, അയ്യോ അതെന്തോ അങ്ങനെ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പല പ്രാർത്ഥനകളൊക്കെ ചെല്ലുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ ചെല്ലി പിന്നെ അതങ്ങ് മാഞ്ഞു പോയെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കേസ് കേട്ട് എനിക്കൊരു ലാസ്റ്റ് 6 months ആയിട്ട് പതുക്കെ ഇതങ്ങ് കൂടി വരാനായിട്ട് തുടങ്ങി. എനിക്കത് പിടിച്ചിട്ട് കിട്ടും. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. ഇത് ഇവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ ഇതൊരു രോഗമാണെന്നുള്ളത്? ഇത് രോഗാവസ്ഥ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് അസ്വസ്ഥതപ്പെടുത്തുന്നു. ഇത് ആരോട് പറയും? എന്തോ പ്രശ്നമാണെന്നറിയാം. ഇത് രോഗം മൂലമാണോ അതോ ഇനി എൻ്റെ മനസ്സിലുള്ള ചീത്ത മൂലമാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. പക്ഷെ ഇതിപ്പോ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് വന്നേക്കുന്നത്. ഒരിക്കലും ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിയില്ല. അവര് കൊണ്ടുവരുന്ന എന്തിനാ, ഒരു സിസ്റ്ററല്ലേ ഉപദേശിച്ചു ഒന്ന് നന്നാക്കിക്കോട്ടെ എന്നോർത്തുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിന്റെ ആ ഒരു ഇവൻ പള്ളിയിലേക്കോ കാര്യങ്ങൾക്കോ പോകാത്തതിന്റെ ഒരു കാരണം കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് OCD സ്പെക്ട്രത്തിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ്. ഇതിന് ഒരു മരുന്ന് കഴിക്കേണ്ട വിധത്തിലുള്ള സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട അങ്ങനത്തെ അവസ്ഥയാണോ, അതോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അത് സംസാരിച്ച് തീർക്കാൻ സെഷനിൽ കൂടെ നടത്തി അല്ലെങ്കിൽ തെറാപ്പിയോ അങ്ങനെയൊക്കെ നടത്തി മാറ്റാവുന്ന ഒരു കാര്യമാണ്? ഇതിന് നമുക്ക് സൈക്കാട്രിസ്റ്റിന്റെയും കൂടി സേവനം ആവശ്യമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവന് ഡിപ്രസീവ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും കൊമോർബിഡിറ്റി നോക്കും. അതായത് ഈ ഒരു രോഗത്തോട് ചേർത്ത് വയ്ക്കപ്പെടുന്ന മറ്റു രോഗാവസ്ഥകളും ഇവർക്കുണ്ട്, അത് നമ്മൾ നോക്കും. കാരണം ഇത്രയും മാനസികമായിട്ട് ഇവൻ വിഷമിക്കുന്നുണ്ട്. ഇത്രമാത്രം അക്യൂട്ട് ആയപ്പോഴല്ലേ? ആരംഭത്തിലാണ് അത്രയും കുഴപ്പമില്ല. ഇല്ല, ആരംഭത്തിലാണ് ഇപ്പൊ ഒരു ചിന്തകൾ വരുന്ന, ആ ചിന്തകൾ മാറ്റാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചിന്ത വന്നിട്ട് അവന് തന്നെ അത് മാറ്റാനായിട്ട് പറ്റുന്നില്ലാത്തൊരവസ്ഥ, അതൊരു ചെറിയൊരു ഡിസ്ട്രെസ് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഇടയ്ക്ക് വരുന്നു, സംസാരിക്കുന്നു, അതിന് പറ്റുന്ന തെറാപ്പികൾ, കാര്യങ്ങൾ, റിലാക്സേഷൻ ഉണ്ട്, ERP പോലെയുള്ള തെറാപ്പികളൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇത് അവന്റെ ശാരീരികമായ എന്തെങ്കിലും കെമിക്കൽ പ്രോബ്ലം കൊണ്ടുണ്ടാവുന്നതാണോ, കെമിക്കൽ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്നതാണോ? ഇതിപ്പം നമ്മൾക്ക് പ്യുവർലി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ന്യൂറോളജിക്ക് സൈക്കോ ന്യൂറോ സിസ്റ്റത്തിലെ കൂടി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനകത്തും മെഡിസിൻസും കൂടി എടുക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ ബ്രെയിനിലെ പല ഭാഗങ്ങളുടെയും ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ ഹൈപ്പർ സ്റ്റിമുലേഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അക്യൂട്ട് സ്റ്റേജിലായാൽ പോലും ഇത് ആവശ്യത്തിന് മരുന്ന് കഴിച്ച് നിർത്താവുന്നതാണ്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മരുന്ന് അങ്ങനെയൊന്നും വേണമെന്നില്ല അല്ലെ? ഇല്ല, വേണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫേസ് ഉണ്ട്. ആ ഫേസിൽ കൃത്യമായ മരുന്നുകളും ചികിത്സകളും അതോടൊപ്പം തന്നെ സൈക്കോ തെറാപ്പിയും ഉണ്ട്. ഇതിനെ ഇപ്പം നമ്മൾ പറയുന്ന
ഓരോ സിംറ്റത്തെയും എടുത്തുകൊണ്ട് ആ വ്യക്തിക്ക് ചേരുന്ന രീതിയിലുള്ള നമ്മുടെ തെറാപ്പി സിസ്റ്റം ഉണ്ട്. അപ്പം അതൊരു റെഗുലർ ഫോളോ അപ്പ് കാര്യങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ഒരു സാഹചര്യങ്ങളെല്ലാം ഒരു അനുകൂലമായി തീർന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ഇത് ആരെയാണ് ശരിക്കും ബാധിക്കുക? പേഴ്സണലി അവരെയാണോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെയാണോ? ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും റിലേറ്റഡ് ഇഷ്യൂ ആണ്. കാര്യം അയാൾ അനുഭവിക്കുന്ന മാനസിക അവസ്ഥ, ആ ഒരു സമ്മർദ്ദ അവസ്ഥ, വിഷമാവസ്ഥ, ഇത് ഇയാളുടെ ജീവിതത്തിൽ മുഴുവനും, ജീവിതത്തിൽ നിന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇവൻ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വീട്ടുകാർക്ക് അത് വിഷമാണ്. നെക്സ്റ്റ് ഫർദർ എനിക്ക് പഠിക്കാൻ പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വിഷമാണ്. അതുപോലെ തന്നെ ഒരു പള്ളിയിൽ പോകാത്തതിനൊക്കെ ഇവനെ ഒത്തിരി വഴക്കിടും. അപ്പം ഇവൻ ദേഷ്യപ്പെടും. കാരണം ഇവൻ ഈ കാര്യം അറിയാം. അപ്പം പിന്നെ ഒരു ദേഷ്യപ്പെട്ടെങ്കിലും ഒന്ന് ഇവർ ഇച്ചിരി നേരം മിണ്ടാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഇവൻ ദേഷ്യപ്പെടും. അപ്പം വീട്ടുകാർ ഓർക്കണ എന്നാ കണ്ടോ അവൻ്റെ സ്വഭാവവും മാറി. അപ്പം ഇത് ഇങ്ങനെ ഒരു മാനസിക ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അതൊരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇതിന്റെ ചികിത്സാ വഴികളിലെ ഒരു ക്രിയേറ്റീവ് റീഡിങ്, ക്രിയേറ്റീവ് വിഷൻ, ക്രിയേറ്റീവ് ഡിസ്കഷനൊക്കെ സഹായകരമാകില്ല എന്ന് വെച്ചാൽ ഇപ്പൊ നല്ലത് കാണുക. ഇപ്പൊ യൂട്യൂബിലൊക്കെ എന്തോരം കാര്യങ്ങളാണ് വരുന്നത്. എല്ലാവരും നെഗറ്റീവോ ഒന്നും ശ്രദ്ധിക്കണില്ല. അതിനകത്ത് എന്തോ സെലക്റ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് കാണുക, അതുപോലെ പോസിറ്റീവായിട്ടുള്ള വായിക്കുക, പോസിറ്റീവ് ഡിസ്കഷൻ നടത്തുക. അപ്പോൾ തന്നെ ക്രിയേറ്റീവ് ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ ഇതിന്റെ ഒരു സൂചന കുറഞ്ഞു വരില്ല ഇങ്ങനെയുള്ള. കാരണം നമ്മൾ ഈ OCD സ്പെക്ട്രം ഡിസോർഡേഴ്സിനെ എടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു അണ്ടർലൈൻ ആയിട്ടൊരു ആങ്സൈറ്റി റിലേറ്റഡ് ഇഷ്യൂസ് കിടക്കുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു ആങ്സൈറ്റിയിലാണ് ഇവർ പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആക്റ്റീവ് ഫേസ്, അതായത് ഒരു ഡിസോർഡറിൻ്റെ ഒരു ആക്റ്റീവ് ഫേസിൽ ചെന്നിട്ട് ഇതേപോലെ ഷിഫ്റ്റ് ചെയ്തൊരു നല്ല കാര്യങ്ങൾ മാത്രം കാണുന്നു എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ ഇത് മാറണമെന്നില്ല. ഒരു ചരിത്രം ഉണ്ടെങ്കിൽ ഇത് കുറയും ഈ ഒരു ഓക്കെ. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ചിന്ത വരുന്നു, ആ ചിന്തയെ തടയാൻ വേണ്ടി മറ്റു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വരുന്നു. അപ്പോൾ ഒരു പരിധിവരെയൊക്കെ ഓവർകം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് നമുക്ക് ആ ഒരു സമയത്ത് ഇവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ആ സമയത്തല്ല, ഈ അവസ്ഥയിൽ എത്താതിരിക്കാൻ ആ കുട്ടിയെ സഹായിക്കുമായിരുന്നു ഇങ്ങനെ ഒരു കാര്യം സഹായിക്കുമായിരുന്നു. അല്ലെങ്കിൽ ആദ്യകാലം തന്നെ ആരോടെങ്കിലും ഇത് തുറന്നു പറഞ്ഞ് ആ ഒരു സമയത്തെ നമ്മൾ പറയും കറക്റ്റീവ് തോട്ട്സ്, ഇങ്ങനെ ആ ഒരു തോട്ടിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ. സൂചിപ്പിക്കാൻ കാരണം നമ്മൾ കാണുന്ന എല്ലാവരും ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ സൂക്ഷിക്കേണ്ട ചില വികാര വിചാരങ്ങളാണത്. നമ്മളുടെ ലൈഫ് പാറ്റേണിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ, നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക. അതെ, നമ്മളിപ്പോൾ ഈ ഒരു മാനസിക ആരോഗ്യ പരിപാടിയിലും ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം സാധാരണ ജനങ്ങളിലേക്ക് ഇപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞതുകൊണ്ട് ഇനി പള്ളിയിൽ പോകാതിരിക്കുന്നവ എല്ലാവരും കൂടി എടാ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണല്ലേ പോകാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലോ സമൂഹത്തിലോ മാറ്റം വരിക അതല്ല. ഇതുപോലെയും ഇങ്ങനെയുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ ഇതിന്റെ ഈ ഒരു കാര്യം കേട്ടു അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് കണ്ടു പിന്നെ അതിന്റെ പേരിൽ ഇതാരൊക്കെയാണ് പള്ളിയിൽ പോകാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ആ ഇടവകയെ മൊത്തം നടക്കേണ്ട കാര്യമൊന്നുമില്ല. പോലെ ഇത് ഒരു പൈശാചിക പീഡയാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലും പലരും തെറ്റിദ്ധരിക്കപ്പെടാൻ തോന്നുന്നു. ഇവൻ തന്നെയാണെങ്കിൽ എൻ്റെ അടുക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, സിസ്റ്ററെ ഇത് എനിക്കൊരു പേടി വരുന്നുണ്ട്, ഇത് എനിക്കെതിരായിട്ട് ആരെങ്കിലും വല്ല കൂടോത്രം ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ചിന്ത വരുന്നതാണോ എന്നൊക്കെ ഉള്ളത്. ശരിക്കും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ അല്ല ഇത്. ശരിയാണ്, നമുക്ക് ഈ ചിന്തകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും ഇതൊരു നല്ല ചിന്തയല്ലല്ലോ, ഒരു ചീത്ത ചിന്തകളാണല്ലോ, അതൊരിക്കലും ഒരു മനുഷ്യ വ്യക്തിയെ വളർത്തുന്നതോ അല്ലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒരാളെ അകറ്റുന്നതൊക്കെ ആണല്ലോ എന്ന് ഓർക്കും. പക്ഷേ അത് കൂടോത്ര മന്ത്രവാദമൊന്നും അല്ല. അതിൻ്റെ അകത്ത് ഈ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അതെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും ഈ ഒരു രീതിയിൽ തുടരെയുള്ള ചില ചിന്തകൾ അത് ആവശ്യമില്ലാത്ത ചിന്തയാണെന്നറിയാം, പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കൺട്രോൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ അയാളുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അനുദിന ജീവിത ചര്യകൾ ചെയ്യാൻ പറ്റാതെ വരും. കാരണം മനസ്സൊന്ന് ശാന്തമായിട്ട് വേണ്ട എന്തെങ്കിലും കാര്യമൊന്ന് ആലോചിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവനവൻ തന്നെ അത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് നമ്മളോടൊക്കെ വന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്, നമുക്കൊരു പണി ചെയ്യാം,
നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽസിനെ നമുക്ക് സമീപിക്കാം, വേണ്ട രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാം എന്നൊരു അവബോധം നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്നവരാകാം അല്ലെങ്കിൽ മറ്റുള്ളവരാകാം, അവർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പരിപാടികളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കേസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് പാരമ്പര്യമായ ഘടകങ്ങൾ ഉണ്ടാവും ഇത് പാരമ്പര്യമായിട്ടുണ്ടാവുന്ന ഒരു ഘടകം കൂടി ഉണ്ടാവാം. നമുക്ക് ഈ ഫുള്ളി പാരമ്പര്യമാണെന്നും പറയാൻ പറ്റില്ല അച്ഛാ. കാരണം ഇപ്പം ചിലപ്പോൾ തലമുറകളിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അടുത്ത തലമുറയിൽ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ 1, 2, 3 തലമുറകളിൽ ഇല്ലാതിരുന്നൊരു പ്രശ്നം ഒരു തലമുറ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതിനെ ഇന്നവർക്കേ വരൂ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവയർനെസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയുള്ള നിഷേധാത്മക കാര്യങ്ങളിൽ പെടാതിരിക്കാനായിരിക്കണം നമ്മുടെ കാരണവന്മാർ തൊട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പുണ്യവഴികളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സുഹൃത ജപം ചൊല്ലുക. സുഹൃത ജപം, അതായത് റിപ്പീറ്റഡ് സേയിങ് ഓഫ് ഗുഡ് വേർഡ്സ്. അത് എല്ലാ റിലീജിയൻസിലും ഉണ്ട്. നമ്മളൊക്കെ സുഹൃദേവം എന്ന് പറഞ്ഞ ഓമന പേരിൽ മനോഹരമായിട്ട് എന്തോരം നല്ല സുഹൃദേവങ്ങളുണ്ട്. ഞാൻ ഇതിനേക്കാൾ കൂടുതൽ പറയുന്ന ചില വചനങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട്, യോഹന്നാൻ 20:28, എൻ്റെ കർത്താവ് എൻ്റെ ദൈവം. വചനം ആവർത്തിച്ച് തന്നെ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റീവ് വികാര വിചാരങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നിഷേധാത്മകത കുറയും. പക്ഷെ ഇതിലിപ്പോ കൂടുതൽ അവൻ നല്ല പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു, അങ്ങനത്തെ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാൾക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അത് മാനസികമായ ഒരു പ്രശ്നം തന്നെയാണ്. അത് അവിടെ എത്തുമ്പോൾ മാനസിക വിദഗ്ധരുടെ സഹായം വേണം. അത് എത്തിപ്പെടാതിരിക്കാനുള്ള വഴികളും നേരത്തെ ഇതുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങൾ അവരുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ എപ്പോഴും ഓർക്കണം, ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവനൊരു ശരീരമുണ്ട്, അപ്പോൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഹോർമോൺ ചേഞ്ചസ്, അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ചേഞ്ചസ്, നമ്മുടെ തലച്ചോറിൽ തന്നെ അനാട്ടമിക്കൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ട് മാത്രമേ, നമ്മുടെ എല്ലാ തലങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ടേ നമുക്കൊരു മനുഷ്യനെ വിലയിരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു മനുഷ്യൻ്റെ ഒരു രോഗം വരാതിരിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ എന്നുള്ളത് വന്നാൽ അവന് സഹായിക്കണം. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പരിപാടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇതുപോലെ വെറൈറ്റീസ് ഓഫ് കേസുകൾ മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട്, മാനസിക രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആരെയും ഇതിൻ്റെ പേരിൽ വിലയിരുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വയം എനിക്കിങ്ങനത്തെ രോഗമൊക്കെയാണ്, അവര് അത് ഡിസ്കസ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞ് ഒരു രോഗത്തെ കുറിച്ച്, അങ്ങനെ പല രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ മനഃശാസ്ത്രപരമായിട്ട് ഓരോരുത്തർക്കും എനിക്കിത് രോഗമുണ്ടല്ലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രവണത എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നോർമൽ ആയിട്ടുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരു കാര്യമുണ്ട്, അപ്പോഴേക്കും ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുക, അങ്ങനെ പറയാൻ പാടില്ല. നോർമലായിട്ട് ഡിസോർഡറായി മാറുമ്പോഴാണ് ഒരു മാനസിക രോഗമായിട്ട് തീരുന്നത്. ഈ ഡിസോർഡർ എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കാഴ്ചപ്പാടിലല്ല, അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ പഠനങ്ങളുടെ തെളിവുകൾ വെച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള കാറ്റഗറി ഉണ്ട്. അപ്പൊ ആ ഒരു സിംറ്റംസ് എല്ലാം ഇത്ര ക്രൈറ്റീരിയയിൽ ഇന്ന നാളുകളിൽ അതുണ്ടെങ്കിൽ മാത്രമേ അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ആരെങ്കിലോ അല്ലെങ്കിൽ അയൽവക്കത്തെ ആരെങ്കിലോ അല്ല, അതിന് പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പൊ ആ പ്രൊഫഷണൽസിന്റെ അടുത്ത് ചെല്ലാനും കൃത്യമായ ഒരു ഡയഗ്നോസിസിലൂടെയും കൃത്യമായ ചികിത്സയിലൂടെയും ഒരു ആരോഗ്യം നേടിക്കൊണ്ട് മാനസിക ആരോഗ്യമുള്ളവരായി നമ്മുടെ വ്യക്തികൾ, നമ്മുടെ സഹോദരങ്ങൾ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതെല്ലാവർക്കും നന്മയായിട്ട് ഭവിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പമായിരുന്ന 3 വ്യക്തികൾക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.